നമസ്കാരമുണ്ട്. സ്പാൻമാളയുടെ പുതിയൊരു വീഡിയോ ആണ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് മലയാറ്റൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഈ മലയാറ്റൂര് ഇല്ലിത്തോട് എന്ന് പറയുന്ന മലയാറ്റൂർ പള്ളിയുടെ ഒക്കെ ഭാഗം തന്നെയാണ്. അവിടെ നിന്ന് കിഴക്കോട്ട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലിത്തോട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇല്ലിത്തോടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇവിടെ ഇന്ന് രാത്രി ഒരു ആനക്കൂട്ടം വന്നിരുന്നു. ആനക്കൂട്ടത്തിൽ ഒരു ആന അവര് ഒരു പാവപ്പെട്ടവര് വീടൊക്കെ ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. നമ്മളത് കാണാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ആ വീടിന്റെ അടുത്ത് എത്തിയിട്ടോ, വീടിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ വീട് കാണിച്ചു തരാം. ഒരു ചെറിയൊരു വീടാണ്, വളരെ പാവപ്പെട്ട മനുഷ്യരാണ്. ഒരു 5 സെന്റ് ഭൂമിയിൽ റോഡിനോട് ചേർന്ന് തന്നെയാണ്. 5 സെന്റ് ഭൂമിയിൽ ചെറിയൊരു ഷെഡ് മാതിരിയാണ് ശരിക്കും പറഞ്ഞ വീട് വെച്ചേക്കുന്നത്. തൊട്ടടുത്തൊരു തൊഴുത്തുണ്ട്, 2 പശുക്കളുണ്ട്, ഒരു പ്ലാവും ഉണ്ട് അവരുടെ കൂടെ. ആ ചേട്ടൻ ചൂണ്ടിക്കാണിച്ച ഭാഗത്തു നിന്നാണ് ആന വന്നത്. ആനക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരു ആനയാണ് ഇവിടെ വന്ന് ആളുടെ വീടൊക്കെ ആക്രമിച്ച് കളഞ്ഞത്. അത് എന്തുകൊണ്ടാണ് ആനയ്ക്ക് അങ്ങനെ തോന്നിയത് നമുക്കൊരു മനസ്സിലാവുന്നില്ല. കാരണം വളരെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ, തൊട്ടടുത്ത് ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. വളരെ പാവപ്പെട്ട മനുഷ്യരാണ്, വളരെ പാവപ്പെട്ട മനുഷ്യരാണ്. അപ്പോൾ അവരുടെ വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന. ചേച്ചിക്ക് പരിക്കുണ്ട്, ചേച്ചി ഹോസ്പിറ്റലിലാണ്. ചേട്ടന് ചെറിയ പരിക്കുകളൊക്കെ ഉണ്ട് എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഈ കാണുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിലവിൽ വീടുള്ളത് ചേട്ടന്റെ. ഈ വീടിന്റെ പരിസരത്ത് നിറച്ച് വീടുകളുണ്ട്. ഈ കാണുന്ന വീടുകളൊക്കെ ഈ വീടിന്റെ തൊട്ടടുത്തുള്ള വീടുകളാണ്. അപ്പോൾ ആന വരുന്ന ഒരു ഭാഗം തന്നെയാണ് ആ തൊട്ടപ്പുറത്ത്. ഇത് വനത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് തൊട്ടപ്പുറത്ത് കാണുന്നത്. നമ്മൾ ആ ചേട്ടൻ കാണിച്ചു തന്ന ഭാഗമൊക്കെ വനത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളാണ് അതൊക്കെ. അപ്പോൾ ആ ഭാഗത്ത് ഫെൻസിങ് ഒക്കെ നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടതായിരുന്നു. ഇനി അത് ചെയ്യുമായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ പാലകർ, അതായത് നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ തൽക്കാലത്തേക്ക് അത്യാവശ്യം ഇപ്പോൾ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്യാമെന്നുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഫെൻസിങ് ഒക്കെ ഇട്ട് എല്ലാവരും സുരക്ഷിതമായിരിക്കാനുള്ള സംവിധാനം ഫോറസ്റ്റുകാർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സ്പാൻമാളയുടെ മറ്റൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നമസ്കാരം.